മമ്മൂക്കയുടെ വളരെ അടുത്ത വൃത്തങ്ങളിൽ ഒരാളാണ് ശ്രീ സോഹൻ. ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ പോലും പറയുന്നത് മമ്മൂട്ടി ചിത്രങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമാണ് അങ്ങ് എന്നാണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് AK സാജൻ ചേട്ടൻ്റെ മമ്മൂക്ക നായകനാവുന്ന പുതിയ നിയമം എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ആക്ഷൻ ഹീറോ ബിജു, എബ്രിഡ് ഷൈനും നിവിനും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ മമ്മൂക്കയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ പോലും മമ്മൂക്കയായിട്ട് അഭിനയിക്കുക എന്നുള്ളത് വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു, വലിയ ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു. ഞാനങ്ങനെ കൂട്ടി ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാനത് പുതിയ നിയമത്തിൻ്റെ മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ ചെന്നപ്പോൾ തന്നെ ഈ ടെൻഷൻ കാരണം എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുമോ, അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ഒരു അവസ്ഥയിലായിരുന്നു. ഞാനത് മമ്മൂക്കയോട് തന്നെ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ മറുപടി, ഒരാളെ ഞാൻ ഒരു തവണയെ പീഡിപ്പിക്കാറുള്ളൂ, നിൻ്റെ പീഡനം ഡബിൾസിൽ കഴിഞ്ഞു, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അഭിനയിച്ചോ, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ എനിക്ക് റിപ്പോർട്ട് കിട്ടി, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്, അപ്പോൾ നീ അഭിനയിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ സപ്പോർട്ടാണ് മമ്മൂക്ക തന്നത്. അപ്പോൾ എന്നെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതായിരുന്നു മമ്മൂക്ക പുതിയ നിയമത്തിൽ എന്നോട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് സിനിമകളിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു.